സെയിന്റ് ടോം ചാക്കോ സാർ ആറാട്ടിക്കാണ്. വിജയനായി പെർഫോമൻസ് സ്ത്രീകൾ പറയാൻ പഠിക്കുന്ന നല്ലൊരു മെസ്സേജാണ്. കോമഡി ഉണ്ടോ? കോമഡി ഉണ്ട്, എല്ലാം ഉണ്ട്. ക്യാരക്ടർ ചെയ്യാൻ പറ്റി. കമൽ സാർ നേരത്തെ മൂവി ചെയ്തിട്ടായിരുന്നു. എൻ്റെ പ്രൊഡ്യൂസറിന്റെ ഫ്രണ്ടാണ്, ഞാൻ ലക്ഷദ്വീപുകാരനാണ്. നിങ്ങളെല്ലാവരും കാണുന്ന മൂവിയാണ് മോസ്റ്റ് വാച്ച്. ഞാൻ ലക്ഷദ്വീപാണ്. ലക്ഷദ്വീപിന്റെ ആദ്യത്തെ ഒരു പ്രൊഡക്ഷൻ നദിയത്ത് ഗ്രൂപ്പ് സൂപ്പർ ആയിട്ടുണ്ട്. കാരണം എല്ലാ ലേഡീസും കണ്ടിരിക്കേണ്ട പടമാണ്. ദയവേത് എല്ലാവരും കാണാം. അടിപൊളി പടമാണ്. കമൽ സാറിന്റെ ഒരു അദൃശ്യ എന്താ പറഞ്ഞ ഒരു മിറാക്കിൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഷെയ്ൻ ചേട്ടൻ സൂപ്പർ സിനിമ, അടിപൊളി സിനിമ, സൂപ്പർ സിനിമ, സൂപ്പർ സിനിമ. ഈ കാലഘട്ടത്തിന് പറ്റിയ സിനിമ. സെയിന്റ് ടോം ചാക്കോന്റെ 100ാം ചിത്രം ഗംഭീര പെർഫോമൻസ് ആണ്. സെയിന്റ് ടോം ചാക്കോ സാർ ആറാട്ടിക്കാണ്. നമ്മുടെ സോഷ്യൽ ഇഷ്യൂള്ള സിനിമയാണ്. കുടുംബ ബന്ധങ്ങളുടെ സിനിമയാണ്. തീർച്ചയായിട്ടും കാണണം. നല്ല സിനിമയായിരുന്നു. സമൂഹത്തിലെ വിവേകാനന്ദന്മാർക്കുള്ള താക്കീതാണ്. ഷൈൻ ടോം സൂപ്പറായിട്ട് അഭിനയിച്ചു. ക്യാരക്ടർ ചെയ്യാൻ ഷൈൻ ടോമിനെ പറ്റും. ഷൈൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു അഡ്രസ് ചെയ്യപ്പെടുന്ന വിഷയം തന്നെയാണ്. സോഷ്യലി റെലവന്റ്. കമൽ സാർ ഒരുപാട് നല്ലൊരു പടം ഉണ്ടാക്കിയിട്ട് ഒരുപാട് ഇടവേളയ്ക്ക് ശേഷം ചെയ്തൊരു പടമാണ്. വിവേകാനന്ദം വൈറലാണ്. ശരിക്കും ആ ഒരു സ്ത്രീയുടെ ശരീരത്തിലേക്ക് തന്നെ അവരുടെ അനുവാദമില്ലാതെ തൊടാൻ പാടില്ല. ഷൈനും ഇതൊക്കെ ഈ സിനിമ ഏത് ജോണറിലാണ് ജനങ്ങളുടെ? അങ്ങനെ ഒരു ജോണറില്ല. ആക്ച്വലി എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഇങ്ങനെ ഒരു കണ്ടന്റിൽ ഒരു സിനിമ വന്നിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. അത്രയും ഫ്രഷായിട്ടുള്ളൊരു കണ്ടന്റിലാണ് സാർ ഈ സിനിമ ചെയ്തിരിക്കുന്നത്. വളരെ സന്തോഷമുണ്ട്. ഫുൾ ടൈം എന്റർടൈനിങ്. അതെ അതെ, അങ്ങനെ ഇവിടെ ഒരു പാട്ടായിട്ടുണ്ട്. നല്ല നല്ലൊരു ഡയറക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബാക്കിയുള്ള പടങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇതിനെന്താണ് പ്രത്യേകത? പറയേണ്ട വിഷയം തന്നെയാണ്. പറയേണ്ട വിഷയമാണ്. അങ്ങനത്തെ സൈക്കോളജിയുള്ള ആൾക്കാരുണ്ട്. അവർക്ക് സ്ത്രീകളെ വേദനിപ്പിച്ച് കഴിയുമ്പോൾ സംഭവിക്കുന്ന അവസ്ഥ വെറൈറ്റി കഥയാണ്. 2023 എനിക്ക് റിലീസ് ഉണ്ടായിരുന്നില്ല. 2024 റിലീസാണ്. കമൽ സാറിന്റെ തന്നെ ഇതിൽ കണ്ടിട്ട് പറയൂ. നിങ്ങൾ സോഷ്യൽ ഒരു ഇഷ്യൂ എന്ന് എല്ലാവരും പറഞ്ഞു. അപ്പോൾ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തണം. നിങ്ങൾ എത്തിക്കണം. ഇതിന്റെ ആൾക്കാരുണ്ട് സമൂഹത്തിൽ പറയാൻ മടിയുള്ള ഈ വിഷയം ചർച്ച ചെയ്യാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെ നമ്മളൊരു ധൈര്യം അതിനെടുത്തു. കമൽ സാർ അതിനൊരു ധൈര്യം കാണിച്ചു. നല്ലൊരു ഭാഗം വന്നിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. താങ്ക് യു.